പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉളവാകുന്ന പല വിഷയങ്ങളുടെയും കാരണം നമ്മുടെ വായെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്തതാണ്. സങ്കീർത്തനം 34 ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്: നന്മയെ ആഗ്രഹിക്കുകയും ദീർഘായുസ് കാണുവാൻ ജീവനെ ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ. ആ ചോദ്യത്തിന് മറുപടി എന്നോണം സങ്കീർത്തനക്കാരൻ പറയുകയാണ്: ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. അപ്പോൾ നന്മയെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ജീവനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ശുഭകാലം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവന്റെ നാവിനെ സൂക്ഷിക്കുന്നവനായിരിക്കണമെന്ന് വേദപുസ്തകം പറയുകയാണ്. ശരിക്കും നാവിനെ കടിഞ്ഞാണിടുക എന്ന് പറയുമ്പോൾ എന്താണ് തിരുവചനം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മിണ്ടാതെ മൗനമായി സാഹചര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ വരുമ്പോൾ മൗനമായി വായടച്ച് മുന്നേറുവാനാണോ വായെ കടിഞ്ഞാണിടാൻ പറയുന്നത്? നമുക്കറിയാം, കുതിരയെ കടിഞ്ഞാണ് ഇടാറുണ്ട്. കടിഞ്ഞാണിടുക എന്ന് പറയുന്നതും കുതിരയെ കെട്ടിയിടുക എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്തമാണ്. കെട്ടിയിട്ടിരിക്കുന്ന കുതിര അത് ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ അതിൻ്റെ ആ ചുറ്റുവട്ടത്ത് മാത്രം നിന്നു തിരിയുന്നവനാണ്. എന്നാൽ കടിഞ്ഞാണിട്ടിരിക്കുന്ന ഒരു കുതിര, ആ കുതിരയ്ക്കറിയാം കടിഞ്ഞാണിന്റെ നിയന്ത്രണം, ആ കടിഞ്ഞാണിന്റെ പിടിമുറുകുമ്പോൾ കുതിരയ്ക്കറിയാം ഇത് അതേ ഒരു പുറപ്പാടിന് വേണ്ടിയാണ്. ആ കടിഞ്ഞാട് ആണ് അയച്ചു കൊടുക്കുന്നതിനനുസരിച്ച് കുതിര പുറപ്പെടുകയാണ്. അപ്പോൾ ചില പുറപ്പാടുകൾക്ക് വേണ്ടിയാണ് ചില നിയന്ത്രണങ്ങൾ. അപ്പോൾ നാവിനെ കെട്ടിയിടാനല്ല വചനം പറയുന്നത്, നാവിനെ നിയന്ത്രിക്കാനാണ് വചനം പറയുന്നത്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണ്? നമ്മുടെ അതേ വർത്തമാനം, സംഭാഷണം എങ്ങനെയുള്ളതാണ്? മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന, മറ്റുള്ളവരെ വേദനപ്പെടുത്തുന്ന, അതേ എപ്പോഴും നിരാശയുടെ വാക്കുകൾ പറയുന്ന അവസ്ഥകളാണോ? വായെ സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ സൂക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നാവിന് കടിഞ്ഞാണിട്ടുകൊണ്ട് വായെ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ. ഒരു അഭിഷക്തൻ തൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പ്രാപിച്ചെടുത്തതിനെ നിങ്ങളുടെ സംസാരം കൊണ്ട് നഷ്ടമാക്കി കളയരുത്. അപ്പോൾ വ്യർത്ഥ സംഭാഷണങ്ങൾ കൊണ്ട് ദൈവകൃപയെ ചോർത്തിക്കളയുന്ന അനുഭവങ്ങൾ നമ്മിൽ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ വാക്കുകളെ അതേ വചനപ്രകാരം സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ നമ്മിൽ ഉണ്ടാകുവാനായിട്ടിടയായി തീരട്ടെ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടരുത്. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. അപ്പോൾ ദൈവകൃപയുടെ വാക്കുകൾ പറയാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വായെ സൂക്ഷിക്കുന്നവൻ അവൻ്റെ പ്രാണനെ സൂക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവഹിത പ്രകാരമുള്ള സംസാരങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് ഉയരട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.